ഇനി ഞാൻ നെറ്റിൽ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ ഈ നോൺ സ്റ്റിക് പാൻ എന്ന് പറയുന്നത്, നോൺ സ്റ്റിക് കുക്കർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സേഫ് ആണ് കുക്ക് ചെയ്യാൻ. നമ്മളിപ്പം ആ നോൺ സ്റ്റിക് സംഭവം നമ്മുടെ ഉള്ളിൽ പോയാൽ തന്നെ അതൊരു ഇനേർട്ടായിട്ടുള്ള സംഭവമാണ്, അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്തങ്ങ് വിടും, നമുക്കൊന്നും സംഭവിക്കില്ല എന്ന ആൾക്കാർ പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ ആരും അങ്ങനെ ഒരു പറഞ്ഞു കേൾക്കാത്ത ഒരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പാൻ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ നോൺ സ്റ്റിക് കോട്ടിങ് ഇങ്ങ് വിട്ടുപോരും. അപ്പോൾ വിട്ടുപോരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്നുള്ള ഈ ഫോർവേഡ് കെമിക്കൽസ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചിലവർ പറയുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് മോശമായി ബാധിക്കില്ല എന്ന് തന്നെ വെക്കട്ടെ, പക്ഷേ ഈ പാത്രം കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ കൊണ്ടേ കളയാൻ പറ്റും. കാരണം ഈ സാധനം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എൻഡ് ഓഫ് ദി ലൈഫിൽ ആ ലൈഫ് സൈക്കിൾ ആ സാധനം അവസാനിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെല്ലാവരും. കാരണം ഇല്ല എങ്കിൽ ഈ സാധനം നമ്മൾ എവിടെയെങ്കിലും കളഞ്ഞു എന്ന് വെക്കുക, നമ്മുടെ മണ്ണിലും അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് സാധനം ഡീഗ്രേഡ് ആവുമല്ലോ, ഒന്നും ആവാതെ അവിടെ കിടന്ന് പിന്നെ ആ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഒലിച്ച് വന്ന് ആ മണ്ണിൻ്റെ അകത്തോടെ ഇറങ്ങി ആ കെമിക്കൽസ് ഒക്കെ ലീച്ചായി വീണ്ടും നമ്മുടെ കിണറിലും പുഴയിലും വന്നിട്ട് വീണ്ടും നമ്മൾ കഴിക്കും, നമ്മുടെ ആരോഗ്യത്തിന് മോശമായിട്ട് ബാധിക്കും. തീർന്നു പരിപാടി. അപ്പോൾ ഈ നോൺ സ്റ്റിക് കോട്ടഡ് സംഭവം നമുക്ക് റീസൈക്കിൾ ചെയ്യാനോ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സാധനം പോയി കഴിഞ്ഞാൽ പോയതാണ്. മീൻവൈൽ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഈ അലൂമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യാൻ കൊള്ളത്തില്ല, എന്നാലും സ്റ്റീലും അലൂമിനിയം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആക്രിക്കാർ ചേട്ടന്മാർ ബാക്കി റീസൈക്ലിംഗ് സെൻറ്റേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻഡ് ഓഫ് ദി ലൈഫിൽ അല്ലെങ്കിൽ ആ പാത്രം മോശമായി കഴിഞ്ഞാൽ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാനികരമല്ലാത്ത രീതിയിൽ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് നോൺ സ്റ്റിക് പാത്രത്തിൻ്റെ കേസിൽ നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക.